പലരും കരുതുന്ന ഒരു കാര്യം, ഫിനാൻഷ്യലി സെറ്റിൽഡായ ഒരാൾക്ക് മാത്രമേ എപ്പോഴും ചെറുപ്പമായിട്ടും സുന്ദരിയായിട്ടുമൊക്കെ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. സെൽഫ് കെയർ എന്നൊക്കെ പറയുന്നത് ഒരു വീട്ടമ്മയ്ക്ക്, ഒരു സാധാരണക്കാരിയായ സ്ത്രീക്ക് ഒരിക്കലും സാധ്യമായ ഒന്നല്ല എന്നാണ്. പക്ഷേ അത് പൂർണ്ണമായും തെറ്റായ ഒരു ധാരണയാണ്. കാരണം നമ്മൾ പലപ്പോഴും കാണാറില്ലേ, ഒരു സാധാരണ വീട്ടമ്മ, ഒരു മിഡിൽ ക്ലാസ് ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ, ഒരുപാട് സ്ട്രഗിൾസിലൂടെ കടന്നുപോയ ഒരു സ്ത്രീ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ സുന്ദരിയായിട്ട് മാറുന്നത്. അതിൻ്റെ കാരണം പണമല്ല, ജീവിതത്തോടുള്ള അവരുടെ കാഴ്ചപ്പാട് മാറിയതാണ്. മനസ്സിൽ മാറ്റം സംഭവിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം സ്വാഭാവികമായിട്ടും മുഖത്തും പ്രതിഫലിക്കും. അതുകൊണ്ട് സൗന്ദര്യത്തിന് സാമ്പത്തികം ഒരു പ്രശ്നമല്ല, ജീവിത സാഹചര്യങ്ങളും ഒരു പ്രശ്നമല്ല, മാറേണ്ടത് നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ചില സ്ത്രീകൾ പ്രായം കൂടുന്തോറും കൂടുതൽ സുന്ദരികളായി മാറുന്നത്, അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിൽ ആദ്യത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് ജീവിതാനുഭവങ്ങളുടെ പക്വതയാണ്. ഒരു സ്ത്രീയെ സുന്ദരിയാക്കുന്നത്, ചെറുപ്പമാക്കുന്നത് പ്രായം മാത്രമല്ല, അവൾ കടന്നുപോയ ജീവിതാനുഭവങ്ങളാണ്. കളിമണ്ണ് മനോഹര പാത്രമായി മാറാൻ ഒരുപാട് പ്രോസസ്സിലൂടെ, ഒരുപാട് പ്രക്രിയയിലൂടെ കടന്നു പോകണം. അത് ചതയ്ക്കപ്പെടും, രൂപം കൊടുക്കപ്പെടും, തീയിൽ ചുട്ടെടുക്കപ്പെടും. അതിനുശേഷമാണ് അത് ഉറച്ചതും മനോഹരമായതുമായ ഒരു രൂപം നേടുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതവും. വേദനകൾ, പരാജയങ്ങൾ, ഒറ്റപ്പെടലുകൾ, കുടുംബ പ്രശ്നങ്ങൾ, അവഗണനകൾ, ഇതെല്ലാം ഒരു സ്ത്രീയെ അകത്തുനിന്ന് മോൾഡ് ചെയ്യുന്നു. ഇത് പ്രായം കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ചില സ്ത്രീകൾ വളരെ ചെറുപ്പത്തിൽ തന്നെ വലിയ ജീവിതാനുഭവങ്ങൾ നേരിടേണ്ടി വരും. കൂടെ നിർത്തേണ്ടവരും മാറ്റി നിർത്തേണ്ടവരും ആരൊക്കെയാണ് എന്നുള്ളൊരു വലിയ തിരിച്ചറിവ് അവർക്ക് ആ ചെറുപ്രായത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ടാകും. സൈക്കോളജിക്കലായിട്ട് പറയുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഒരാളിൽ ഇമോഷണൽ റെസിലിയൻസ് വളർത്തുന്നു. ജീവിതം എത്ര തവണ തകർക്കാൻ ശ്രമിച്ചാലും വീണ്ടും വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനുള്ള മാനസിക ശക്തി, അത് സ്ട്രെസ് കൈകാര്യം ചെയ്യാനുള്ള കഴിവും സെൽഫ് അവെയർനെസ്സും വർദ്ധിപ്പിക്കും. ഒരു ഘട്ടത്തിന് ശേഷം അവർക്ക് ഒരു തിരിച്ചറിവുണ്ടാവും, ഞാൻ ഇത്രയും കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇനി ഒന്നും എന്നെ തകർക്കില്ല എന്ന്. ആ ഒരു സ്ട്രെങ്താണ് അവളുടെ മുഖത്ത് കോൺഫിഡൻസായും കണ്ണുകളിൽ ഒരു ക്ലാരിറ്റിയായും മുഴുവൻ വ്യക്തിത്വത്തിൽ സൗന്ദര്യമായിട്ടും പ്രതിഫലിക്കുന്നത്. തീയിൽ ചുട്ടെടുക്കപ്പെട്ട മണ്ണാണ് ഏറ്റവും ഉറച്ച പാത്രമായി മാറുന്നത്. അതുപോലെ ജീവിതത്തിൽ പൊരുതി നിന്ന സ്ത്രീകളാണ് കൂടുതൽ തിളങ്ങുന്നത്. എനിക്കറിയാം, ഈ വീഡിയോ കണ്ടിരിക്കുന്ന പലർക്കും ഇത്തരത്തിലുള്ള ജീവിതാനുഭവങ്ങളുള്ള ആളുകളായിരിക്കാം. ജീവിതാനുഭവങ്ങൾ നിങ്ങളെ വളരെ സുന്ദരികളുമാക്കിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാനസികമായ പക്വതയാണ്. ചെറുപ്പത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിനെ വേദനിപ്പിക്കാറുണ്ട്. മറ്റൊരാളുടെ വാക്ക്, മറ്റൊരാളുടെ കുറ്റപ്പെടുത്തൽ, കമ്പാരിസൺ, ആരെങ്കിലും ഇഗ്നോർ ചെയ്തു, ഇതെല്ലാം മനസ്സിനെ ഒരുപാട് ബാധിക്കും. പക്ഷേ ജീവിതാനുഭവങ്ങൾ കൂടുന്തോറും അവളൊരു കാര്യം മനസ്സിലാക്കും, എല്ലാവരെയും സന്തോഷിപ്പിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന്. അവൾ സ്ലോലി സ്വന്തം പീസിന് പ്രാധാന്യം നൽകാൻ തുടങ്ങും. ആ ഓവർ തിങ്കിങ് കുറയും, ഇൻസെക്യൂരിറ്റി കുറയും, മനസ്സിൽ ഒരു ക്ലാരിറ്റി വരും. ഒരു മനുഷ്യനും അവളുടെ ജീവിതത്തെ ബാധിക്കാതെയാവും. ആ മെൻ്റൽ ക്ലാരിറ്റി തന്നെയാണ് മുഖത്ത് ഒരു കാംനെസ്സായും കോൺഫിഡൻസായും പ്രതിഫലിക്കുന്നത്. അതാണ് നമ്മൾ കാണുന്ന യഥാർത്ഥ സൗന്ദര്യം. നിങ്ങൾക്ക് ചുറ്റുമുള്ളതോ നിങ്ങൾക്കറിയാവുന്നതോ ആയ സ്ത്രീകളെ ഒന്ന് നിരീക്ഷിച്ചാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അത്തരം സ്ത്രീകളുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക സൗന്ദര്യം നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഒരു പണച്ചെലവുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ ജീവിതത്തിൽ നിന്ന് ആർജിക്കുന്ന ഒരു കരുത്താണ്. മനസ്സ് പക്വമാവുമ്പോൾ മുഖത്ത് സ്വാഭാവികമായും ഒരു സമാധാനവും സൗന്ദര്യവും വന്നു ചേരും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്ട്രെസ്സ് കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ചില സ്ത്രീകൾ വളരെ കാമായും ബ്യൂട്ടിഫുള്ളായും തോന്നാം. പക്ഷേ അതിൻ്റെ അർത്ഥം അവരുടെ ജീവിതത്തിൽ സ്ട്രെസ് ഇല്ല എന്നാണോ? അല്ല, മറിച്ച് അവർ ജീവിതത്തിൽ ഒരുപാട് സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയവരായിരിക്കും. കുടുംബം, ജോലി, സാമ്പത്തിക പ്രശ്നങ്ങൾ, ബന്ധങ്ങളിലെ വേദന, ഇതെല്ലാം അവർ നേരിട്ടിട്ടുണ്ടാകും. എന്നാൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സ്ട്രെസ്സ്, ആ ഒരു സമ്മർദ്ദം അവരുടെ ജീവിതത്തെ തകർത്ത് കളയാൻ അവർ അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ്. മറിച്ച് അത് മനോഹരമായിട്ട് മാനേജ് ചെയ്യാനുള്ള മാനസിക പക്വത നേടിയിട്ടുണ്ടാകും. അതായത് അവർ ഇമോഷണൽ റെഗുലേഷൻ പഠിച്ചവരാണ്. അത് വികാരങ്ങളെ നിയന്ത്രിച്ച് ഒരു പ്രശ്നത്തെ വലുതാക്കി കാണാതെ ശാന്തമായി കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്.
അതുകൊണ്ടാണ് അവരുടെ മുഖത്ത് സംഘർഷമല്ല നിങ്ങൾ കാണുന്നത്, ഒരു കാംനെസ് ആണ് കാണുന്നത്. ആ സമാധാനമാണ് അവരെ കൂടുതൽ സുന്ദരികളാക്കുന്നത്. സ്ട്രെസ്സില്ലാത്ത ജീവിതമല്ല അവരെ സുന്ദരികളാക്കുന്നതും ചെറുപ്പമാക്കുന്നതും. സ്ട്രെസ്സ് മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശക്തിയാണ്. മറ്റൊരു കാരണമെന്ന് പറയുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ഒരു സ്ത്രീയുടെ യഥാർത്ഥ സൗന്ദര്യം അവളുടെ ആത്മവിശ്വാസത്തിൽ നിന്നാണ് വരുന്നത്. ചുറ്റും നിന്ന മനുഷ്യരാൽ ഒരുപാട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും ത്രാണിയില്ലാതായി തീർന്ന ഒരുപാട് സ്ത്രീകളുണ്ടാകാം. പക്ഷേ മുൻപോട്ടുള്ള യാത്രയിൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവൾ ഒരു വലിയ തിരിച്ചറിവിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. എൻ്റെ വില മറ്റുള്ളവരുടെ അഭിപ്രായം നിശ്ചയിക്കുന്നതല്ല എന്ന്. ആ തിരിച്ചറിവാണ് ആത്മവിശ്വാസമായിട്ട് വളരുന്നത്. ഇത് അവരിൽ സെൽഫ് വർത്തും സെൽഫ് അക്സെപ്റ്റൻസും വളർത്തുന്നതാണ്. അങ്ങനെയുള്ള ഒരു സ്ത്രീ സ്വയം സ്വീകരിക്കാൻ പഠിക്കും. സ്വന്തം കുറവുകളേക്കാൾ സ്വന്തം ശക്തികളെ കാണാൻ തുടങ്ങും. അത്തരം സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അവരുടെ ഒരു നടപ്പിലും മുഖഭാവത്തിലും സംസാരത്തിലും എല്ലാം ഒരു പ്രത്യേക കോൺഫിഡൻസ് കാണാം, ഒരു ആത്മവിശ്വാസം കാണാം. ആ ആത്മവിശ്വാസം മുഖത്തിനൊരു നാച്ചുറൽ ഗ്ലോ നൽകും. അത് ഒരാളെ കൂടുതൽ യങ്ങായും അട്രാക്റ്റീവായും കാണിക്കും. ആത്മവിശ്വാസം കൂടുമ്പോൾ മുഖം മാത്രമല്ല, മുഴുവൻ വ്യക്തിത്വവും ചെറുപ്പമായി തിളങ്ങും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സെൽഫ് കെയറിൽ, സ്വയം പരിചരണത്തിൽ അവർ ശ്രദ്ധ ചെലുത്തുന്നു എന്നുള്ളതാണ്. ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് വില കൂടിയ മേക്കപ്പ് പ്രോഡക്ട്സ് അല്ല, സാമ്പത്തിക സാഹചര്യങ്ങളുമല്ല, എനിക്ക് വേണ്ടി കൂടി ഞാൻ ജീവിക്കണമെന്ന തിരിച്ചറിവാണ് ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നത്. ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് സെൽഫിഷ്നെസ് അല്ല, ഒരു സ്വാർത്ഥതയല്ല അത്. മറിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കെയറിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു അംശം നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്നു എന്നതാണ്. അത് വേണം, അത് ആവശ്യമാണ്. വലിയ പണച്ചിലവില്ലാതെ പലപ്പോഴും വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റമുണ്ടാക്കുന്നത്. ഹോം റെമഡീസ്, നല്ല ഉറക്കം, വെള്ളം മതിയായി കുടിക്കുക, സ്കിന്നിന് സ്യൂട്ടാവുന്ന ലളിതമായിട്ടുള്ള സ്കിൻ കെയർ, മുടിക്ക് ചെറിയ രീതിയിലുള്ള പരിചരണം, ഇവയെല്ലാം സ്ഥിരതയോടെ ചെയ്യുമ്പോൾ മുഖത്ത് വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സെൽഫ് ലവ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത്രയും കാലം പലർക്കും വേണ്ടി ജീവിച്ചു. കുടുംബത്തിന് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും എല്ലാവർക്കുമായി ഓടി നടന്നൊരു സ്ത്രീ ഒരു ഘട്ടത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് എത്തും. ഇനി കുറച്ചു കാലമെങ്കിലും എനിക്കായി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന്. ഇതവരിൽ സെൽഫ് വർത്ത് വളർത്തുന്നതാണ്. സ്വന്തം ശരീരത്തെയും മനസ്സിനെയും ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ അകത്തു നിന്ന് ഒരു പോസിറ്റീവ് മാറ്റം ആരംഭിക്കും. ആ സെൽഫ് കെയറിൻ്റെ തോന്നൽ തന്നെ മുഖത്ത് ഒരു സോഫ്റ്റ്നെസ്സും ഗ്ലോയും നൽകും. അതുകൊണ്ടാണ് അവർ കൂടുതൽ യങ്ങായും ബ്യൂട്ടിഫുള്ളായും കാണപ്പെടുന്നത്. സ്വയം പരിചരിക്കാൻ തുടങ്ങുന്ന നിമിഷം മുതൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം മാറിത്തുടങ്ങും. മറ്റൊന്ന് ആരോഗ്യകരമായ ജീവിതശൈലിയാണ് ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നത്. വില കൂടിയ ഭക്ഷണമോ സപ്ലിമെൻറ്റ്സോ ഒന്നുമല്ല, പലപ്പോഴും വളരെ ലളിതമായ ചില ശീലങ്ങളാണ് വലിയ മാറ്റം കൊണ്ടുവരുന്നത്. പണ്ടവർ അവരെ ശ്രദ്ധിച്ചിരുന്നതേയില്ല, അവർ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നതേയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചും വിളമ്പിയും അവർ അവരുടെ കാര്യം മറന്നുപോയിരിക്കും. പക്ഷേ ഇന്ന് ഒരു ഘട്ടത്തിൽ അവർ ഒരു കാര്യം മനസ്സിലാക്കും, എൻ്റെ ശരീരത്തെയും ഞാൻ ശ്രദ്ധിക്കണമെന്ന്. അതിനുശേഷം അവർ സമയത്ത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങും, വെള്ളം മതിയായി കുടിക്കും, ഉറക്കത്തിന് പ്രാധാന്യം നൽകും, ശരീരത്തിന് ആവശ്യമായ ചെറിയ പരിചരണങ്ങൾ നൽകും. ഈ ലളിതമായ മാറ്റങ്ങൾ തന്നെ ആരോഗ്യത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും. ശരീരത്തിന് ആവശ്യമായ ഹൈഡ്രേഷൻ ലഭിക്കുമ്പോൾ അത് മുഖത്ത് സ്വാഭാവികമായിട്ടുള്ള തിളക്കമായി പ്രതിഫലിക്കും. കവിളുകളിൽ ഒരു ഫ്രഷ്നെസ് കാണാം, മുഴുവൻ മുഖത്തും ഒരു ഹെൽത്തി ഗ്ലോ വരും. ഇത് പണം കൊണ്ട് നേടിയെടുക്കുന്ന ഒരു കാര്യമൊന്നുമല്ല, സ്വയം ശ്രദ്ധിക്കാൻ തുടങ്ങുന്ന മനോഭാവത്തിൻ്റെ മാറ്റമാണ്. സമയത്ത് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് തന്നെ പല സ്ത്രീകളുടെ ഏറ്റവും വലിയ ബ്യൂട്ടി സീക്രട്ടാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു സ്ത്രീ തനിക്ക് ഏറ്റവും നന്നായി ചേരുന്ന സ്റ്റൈൽ ഏതാണെന്ന് ഒരു ഘട്ടത്തിൽ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നതാണ്. സാരി ധരിക്കുമ്പോൾ തനിക്ക് ഏറ്റവും അനുയോജ്യമാവുന്ന നിറം ഏതാണെന്ന് തിരഞ്ഞെടുക്കുന്നു, അതിന് യോജിക്കുന്ന ഒരു ബ്ലൗസ് ധരിക്കുന്നു. ഇതെല്ലാം വലിയ മാറ്റം കൊണ്ടുവരും. അതുപോലെ തന്നെ പണ്ട് നല്ല രീതിയിലൊന്നും മുടി പോലും ചീകിക്കെട്ടാതെ, മുഖത്ത് അല്പം പൗഡർ പോലും ഇടാതെ, കണ്ണാടിയിൽ പോലും ഒന്നും നോക്കാതെ നടന്ന സ്ത്രീകൾ ഇന്ന് ഭംഗിയായും വൃത്തിയായും അവരുടെ മുടിയൊക്കെ കട്ട് ചെയ്ത് അവരുടെ മുഖത്ത് കുറച്ച് പൗഡറൊക്കെ ഇട്ട് മുഖത്ത് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് സുന്ദരികളായിട്ട് നടക്കാൻ ശ്രമിക്കുന്നു. ഇത്ര ചെറിയ കാര്യങ്ങൾ പോലും നല്ല രീതിയിൽ മുഖത്തിന് ഒരു ഫ്രഷ്നെസ് നൽകും.
ഇതിനൊന്നും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. എന്നെ നന്നായി പ്രസന്റ് ചെയ്യണമെന്നൊരു ആഗ്രഹം മാത്രം മതി. ചെറിയ മാറ്റങ്ങൾ തന്നെയാണ് പലപ്പോഴും വലിയ ട്രാൻസ്ഫോർമേഷൻ സൃഷ്ടിക്കുന്നത്. ഇനി അവസാനമായി അവരുടെ ഈ മാറ്റത്തിന്, അവരുടെ ഈ ചെറുപ്പത്തിനും അവരുടെ ഈ സൗന്ദര്യത്തിനുമൊക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവർ സന്തോഷം പ്രകടിപ്പിക്കാൻ പഠിച്ചിരിക്കുന്നു എന്നതാണ്. ഇത്രയും കാലം പല സ്ത്രീകളും ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ സ്വന്തം വികാരങ്ങളെ ഒതുക്കി ജീവിച്ചിരിക്കാം. ചിരിക്കേണ്ടിടത്ത് പോലും ചിരിക്കാതെ എപ്പോഴും ഒരു പിടിച്ചുകെട്ടി നിൽക്കുന്ന, ഒരു ബലം പിടിച്ചു നിൽക്കുന്ന മനോഭാവത്തോടുകൂടി നടന്നിരിക്കാം. ഉള്ളിലെ സംഘർഷങ്ങളും സങ്കടങ്ങളും കൊണ്ടായിരിക്കാം. പക്ഷേ ഒരു ഘട്ടത്തിൽ അവരിൽ വലിയൊരു മാറ്റം സംഭവിക്കും. അവർ അവരുടെ ഫീലിങ്സ് തുറന്ന് പ്രകടിപ്പിക്കാൻ തുടങ്ങും. ചിരിക്കാൻ തോന്നുമ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കും. സന്തോഷം തോന്നുമ്പോൾ അത് മറച്ചു വെക്കുന്നില്ല. എനിക്കറിയാവുന്ന ഒരു ചേച്ചിയുണ്ട്. ചെറിയ കാര്യങ്ങൾ പോലും ആ ചേച്ചി പൊട്ടിച്ചിരിക്കും. അപ്പോൾ ഒരിക്കൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ ചേച്ചി പറഞ്ഞൊരു കാര്യം, ഈ ചിരി എന്ന് പറയുന്നത് ആദ്യമൊക്കെ ഞാൻ ബോധപൂർവം സൃഷ്ടിക്കുന്നതായിരുന്നു. പിന്നെ പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിരിക്കുന്നത് എൻ്റെ ഒരു ശീലമായി മാറിയെന്ന്. ആ ചിരിയാണ് നിങ്ങളൊക്കെ എൻ്റെ മുഖത്ത് കാണുന്ന സൗന്ദര്യമെന്ന്. ഉള്ളിൽ സമാധാനവും സ്വയം സ്നേഹിക്കുന്ന മനോഭാവം ഉണ്ടാകുമ്പോൾ മുഖം സ്വാഭാവികമായും കൂടുതൽ ഫ്രീ ആകും, ബ്രൈറ്റായി കാണപ്പെടും. അതുകൊണ്ടാണ് ചില സ്ത്രീകൾ പ്രായം കൂടുന്തോറും കൂടുതൽ ഫ്രഷായും യങ്ങായും ബ്യൂട്ടിഫുള്ളായും തോന്നുന്നത്. അവരുടെ ചിരിയിൽ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യം കാണാം. ഉള്ളിൽ സമാധാനം വന്നാൽ മുഖത്ത് ചിരി വരും. ആ ചിരിയാണ് പല സ്ത്രീകളുടെയും ഏറ്റവും വലിയ സൗന്ദര്യം. അതുകൊണ്ട് ഇന്ന് ഈ വീഡിയോ കണ്ട ശേഷം ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് തീരുമാനിക്കൂ. ഞാനും നാളെ മുതൽ എനിക്ക് വേണ്ടി കൂടി ജീവിക്കും എന്ന്. കാരണം ഒരു സ്ത്രീയെ കൂടുതൽ സുന്ദരിയാക്കുന്നത് പണമല്ല, അവൾ സ്വയം തിരഞ്ഞെടുക്കുന്ന ചെറിയ നല്ല ശീലങ്ങളാണ്. ഇതുപോലെ നിങ്ങളുടെയും ജീവിതത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളെ മുതൽ ഇങ്ങനെ മാറിത്തുടങ്ങാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ നിങ്ങൾ രേഖപ്പെടുത്തണം. നിങ്ങളുടെ അനുഭവം മറ്റൊരു സ്ത്രീക്ക് പ്രചോദനമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.